C++. C++ programming language. The C++ programming language was developed by Jan Strussop. Jan Strussop എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഈ C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്. അടുത്തായിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ ഫോട്ടോ കാണാം. ഇതാണ് ജാൻ സ്ട്രൂസപ്പ്. Jan Strussop began work on C with classes, which, as the name implies, was meant to be a superset of the C language. ആദ്യമേ സി എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സി ലാംഗ്വേജിന്റെ ഒരു സൂപ്പർ സെറ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ സി ലാംഗ്വേജിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് C++ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ സി വിത്ത് ക്ലാസസ്. ക്ലാസസ് എന്ന് പറയുന്നത് ഒരു ഓബ്ജക്റ്റ് ഓറിയന്റഡ് കോൺസെപ്റ്റ് ആണ്. സി എന്ന് പറഞ്ഞ ലാംഗ്വേജിൽ ആ കോൺസെപ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ സി എന്ന് പറഞ്ഞ ലാംഗ്വേജിന്റെ കൂടെ ആ ക്ലാസസ് എന്ന് പറയുന്ന ഓബ്ജക്റ്റ് ഓറിയന്റഡ് കോൺസെപ്റ്റും കൂടെ ചേർത്തോണ്ട് ഒരു സൂപ്പർ സെറ്റ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തു. ആ സൂപ്പർ സെറ്റ് ലാംഗ്വേജ് ആണ് C++. His goal was to add object-oriented programming into the C language, which was and still is a language well respected for its portability without sacrificing speed or low-level functionality. അപ്പോൾ ജാൻ സ്ട്രൂസപ്പിന്റെ എയിം എന്ന് പറഞ്ഞാൽ ഓബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഫീച്ചർ സി ലാംഗ്വേജിന്റെ കൂടെ ആഡ് ചെയ്യാന്നുള്ളതായിരുന്നു. അതിനു മുമ്പേ തന്നെ സി ലാംഗ്വേജ് വളരെ പോപ്പുലർ ആയിരുന്നു കമ്പ്യൂട്ടർ ഫീൽഡില്. കാരണം അതിന്റെ ഒരു ഫീച്ചർ പോർട്ടബിലിറ്റി എന്ന് വെച്ചാൽ എല്ലാത്തരം കമ്പ്യൂട്ടറിലും സി ലാംഗ്വേജ് വർക്ക് ചെയ്യുമായിരുന്നു. അതേപോലെ തന്നെ അതിന്റെ സ്പീഡ് ഓഫ് വർക്കിംഗ് സ്പീഡും അതേപോലെ ലോ ലെവൽ ഫങ്ഷനാലിറ്റി എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയറിനെ ഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാനുള്ള ഫീച്ചേഴ്സ്. അതൊക്കെ കാരണം പണ്ടേ മുതൽ തന്നെ സി ലാംഗ്വേജ് വളരെ പോപ്പുലർ ആയിരുന്നു. അപ്പോൾ ആ സി ലാംഗ്വേജിലെ ഓബ്ജക്റ്റ് ഓറിയന്റഡ് ഫീച്ചേഴ്സും കൂടെ ആഡ് ചെയ്യാനുള്ള എയിം ആയിരുന്നു Jan Strussop. His language included classes, basic inheritance, default function arguments, and strong type checking, in addition to all the features of the C language. C language in the features കൂടാതെ classes എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്, basic inheritance എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്, default function arguments, അതേപോലെ strong type checking. ഈ ഫീച്ചേഴ്സ് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് സി എന്ന് പറഞ്ഞ ലാംഗ്വേജ് സൂപ്പർ സെറ്റ് ആയ C++ എന്ന ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്. In 1983, the name of the language was changed from C with classes to C++. 1983 വരെ C++ എന്നുള്ള പേര് ഇല്ലായിരുന്നു. അതിനു പകരം C with classes എന്നായിരുന്നു. പക്ഷെ 1983 C with classes എന്നുള്ളതിന്റെ പേര് മാറ്റിയിട്ട് C++ എന്നുള്ള പേര് ഇട്ടു. The ++ operator in the C language is an operator for incrementing a variable, which gives some insight into how Strussop regarded the language. കാരണം C ലാംഗ്വേജില് ++ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ നമ്മൾ നോക്കും, ഒരു വേരിയബിളിനകത്തുള്ള വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് ++ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ, ഫങ്ഷനാലിറ്റി ഇൻക്രീസ് ചെയ്യാൻ ആ ഒരു കോൺസെപ്റ്റ് ആണ് സ്ട്രൂസപ്പ് ഈ ലാംഗ്വേജിൽ അപ്ലൈ ചെയ്തത്. Many new features were added around this time, the most notable of which are virtual functions, function overloading, references with the ampersand symbol, the constant keyword, and single line comments used to forward slashes. അതോടൊപ്പം തന്നെ ഒരുപാട് പുതിയ ഫീച്ചേഴ്സും കൂടെ ഈ ലാംഗ്വേജിൽ വന്നു. വെർച്വൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ഫീച്ചർ, ഫങ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറഞ്ഞ ഫീച്ചർ, ആംപർസൻഡ് സിംബൽ യൂസ് ചെയ്തുള്ള റെഫറൻസസ്, കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ കീവേഡ്, അതേപോലെ സിംഗിൾ ലൈൻ കമാൻഡ്സ്, രണ്ട് ഫോർവേഡ് സ്ലാഷ് യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യുന്ന സിംഗിൾ ലൈൻ കമാൻഡ്സ്, അതെല്ലാം ഈ C++ ലാംഗ്വേജിൽ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് വേരിയബിൾസ്. A variable provides
a named storage that is used to store values. വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറിന് പ്രോസസ് ചെയ്യണമെങ്കിൽ ഡേറ്റ വേണം. ഡേറ്റ നമ്മൾ വേരിയബിൾസിനകത്ത് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഫീച്ചർ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നെയിംഡ് സ്റ്റോറേജ്, ഓരോ വേരിയബിളിനും ഓരോ പേര് കാണും, അല്ലെങ്കിൽ പേര് വെച്ചാണ് നമ്മൾ വേരിയബിൾസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എ വേരിയബിൾ പ്രൊവൈഡ്സ് ദ നെയിം സ്റ്റോറേജ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ വാല്യൂസ് എന്ന് പറയുന്നത്. Each variable in C++ has a specific type which determines the size and layout of the variable's memory, the range of values that can be stored within that memory, and the set of operations that can be applied to the variable. C++ ഓരോ വേരിയബിളും ഒരു സ്പെസിഫിക് ടൈപ്പ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആ വേരിയബിളിന്റെ ടൈപ്പ് അനുസരിച്ചാണ് അതിന്റെ സൈസും, അതേപോലെ അതിന് എത്രമാത്രം ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളത്, അതേപോലെ റേഞ്ച് ഓഫ് വാല്യൂസ്, ഡേറ്റയുടെ റേഞ്ച്, സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഡേറ്റയുടെ റേഞ്ച്, ഇതെല്ലാം ആ വേരിയബിളിന്റെ ടൈപ്പിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതേപോലെ ആ വേരിയബിളിൽ ഏതൊക്കെ ഓപ്പറേഷൻസ്, ഏതൊക്കെ സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും, ഇതെല്ലാം ആശ്രയിച്ചിരിക്കുന്നു. A variable definition tells the compiler where and how much storage to create for the variable. എന്ന് പറഞ്ഞാൽ ഈ ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പം ഇത് കമ്പൈലറിനോട് എവിടെ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വേരിയബിളിന് എത്രമാത്രം സ്റ്റോറേജ് കപ്പാസിറ്റി വേണം, ഹൗ മച്ച് സ്റ്റോറേജ് ടു ക്രിയേറ്റ് ഫോർ എ വേരിയബിൾ. അപ്പോൾ ഒരു വേരിയബിൾ, ഇൻഡിജർ എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്, ക്യാരക്ടർ എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്, ഫ്ലോട്ട് എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്, ഡബിൾ എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് വേരിയബിൾ ഉണ്ട്. അതിൽ നമ്മൾ ഏത് വേരിയബിൾ ആണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് കമ്പൈലർ അതിനുള്ള സ്റ്റോറേജ് ലൊക്കേഷൻ അലോക്കേറ്റ് ചെയ്യും. A variable definition specifies a data type and contains a list of one or more variables of that type. നമ്മൾ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിലെ ഡാറ്റ ടൈപ്പ്, ഫോർ എക്സാമ്പിൾ ഇൻഡിജർ INT സ്പേസ് A, B, C എന്ന് പറഞ്ഞാൽ അവിടെ INT എന്നുള്ളത് ഡാറ്റ ടൈപ്പ്, ഇൻഡിജർ വേരിയബിൾ ആണ്. ആ എയും ബിയും സിയും ആണ് വേരിയബിൾസ്. അപ്പോൾ ഏത് ടൈപ്പ്, ഏത് ഡാറ്റ ടൈപ്പ് പെട്ട വേരിയബിൾ ആണ്, അതേപോലെ എത്രമാത്രം വേരിയബിൾസ് ഉണ്ട്, ആണ് ലിസ്റ്റ് ഓഫ് വൺ ഓർ മോർ വേരിയബിൾസ് ഓഫ് ദാറ്റ് ടൈപ്പ്. The name of the variables can be composed of letters, digits and the underscore character. ഒരു വേരിയബിളിന്റെ പേരെന്ന് പറഞ്ഞാൽ അതിൽ ലെറ്റേഴ്സ് വരാം, ഡിജിറ്റ്സ് വരാം, അല്ലാതെ അണ്ടർസ്കോർ ക്യാരക്ടറും കൂടെ വരാം. ഈ മൂന്ന് ടൈപ്പും അല്ലാതെ വേറൊന്നും, സ്പേസ് ഉൾപ്പെടെ വേറൊന്നും ഒരു വേരിയബിളിന്റെ നെയിമിൽ വരാനായിട്ട് കഴിയത്തില്ല. It must begin with either a letter or an underscore. വേരിയബിൾസിന്റെ പേരിൽ ലെറ്റേഴ്സും വരാം, ഡിജിറ്റ്സും വരാം, അണ്ടർസ്കോറും വരാം. പക്ഷെ ഒന്നുകിൽ ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം, പേര് ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അണ്ടർസ്കോർ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളിന്റെ പേര് ഒരിക്കലും ഡിജിറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒന്നുകിൽ ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അണ്ടർസ്കോർ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പർ ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ് ആർ ഡിസ്റ്റിങ്ക്ട് ബിക്കോസ് C++ is കേസ് സെൻസിറ്റീവ്. നമ്മൾ ലെറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യും, സ്മോൾ ലെറ്റർ യൂസ് ചെയ്യും. പക്ഷെ C++ ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്ററും രണ്ടും വ്യത്യസ്ത ലെറ്റർ ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ A എന്ന് പറഞ്ഞ വേരിയബിൾ സ്മോൾ എ യൂസ് ചെയ്ത് ഒരു വേരിയബിളിന്റെ പേരും ക്യാപിറ്റൽ എ യൂസ് ചെയ്ത് വേറെ വേരിയബിളിന്റെ പേരും ഇട്ടാൽ C++ അത് രണ്ട് വേരിയബിൾ ആയിട്ട് എടുക്കും. സ്മോൾ എ എന്നുള്ളത് ഒരു വേരിയബിളും ക്യാപിറ്റൽ എ വേറൊരു വേരിയബിളും. അതുകൊണ്ടാണ് നമ്മൾ C++ ഒരു കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അടുത്തത് ഡാറ്റ ടൈപ്സ്. Data types. All variables use data type during declaration to restrict the type of the data to be stored. ഏത് വേരിയബിൾ എടുത്താലും അത് ഏതെങ്കിലും ഒരു ഡാറ്റ ടൈപ്പിൽ പെട്ടതായിരിക്കും. ഇൻഡിജർ ഒരു ഡാറ്റ ടൈപ്പ് ആണ്,
ക്യാരക്ടർ വേർഡ് ഡാറ്റ ടൈപ്പ് ആണ്. ഫ്ലോട്ട് എന്ന് പറയുന്ന വേർഡ് ഡാറ്റ ടൈപ്പ് ആണ്. അപ്പോൾ നമ്മളെ വേരിയബിളിൽ ഏത് ടൈപ്പ് വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളത് ഡാറ്റ ടൈപ്പിനെ ആശ്രയിച്ച് ഇരിക്കും. Therefore, we can say that data types are used to tell the variable the type of data it can store. അപ്പോൾ ഡാറ്റ ടൈപ്പ് ഒരു വേരിയബിൾ ഏത് ഡാറ്റ ടൈപ്പ് പെട്ടതാണ് അതിനെ ആശ്രയിച്ചിരിക്കും ആ വേരിയബിളിൽ ഏത് ടൈപ്പ് ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇന്റിജർ ഡാറ്റ ടൈപ്പിൽ പെട്ടതാണെങ്കിൽ ഇന്റിജർ ഡാറ്റ സ്റ്റോർ ചെയ്യാം. ക്യാരക്ടർ ഡാറ്റ ടൈപ്പിൽ പെട്ടതാണെങ്കിൽ ക്യാരക്ടർ എന്ന് പറഞ്ഞ ഡാറ്റ സ്റ്റോർ ചെയ്യാം. ഫ്ലോട്ട് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പിൽ പെട്ടതാണെങ്കിൽ ഫ്ലോട്ട് എന്ന് പറഞ്ഞ ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാം. Whenever a variable is defined in C++, the compiler allocates some memory for that variable based on data type with which it is declared. നമ്മൾ C++ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുമ്പോൾ കമ്പൈലർ സ്പേസ് അലോക്കേറ്റ് ചെയ്യും, മെമ്മറിയിൽ സ്പേസ് അലോക്കേറ്റ് ചെയ്യും. അത് ഏത് ഡാറ്റ ടൈപ്പ് നമ്മൾ ആശ്രയിച്ചിരിക്കും. എല്ലാ ഡാറ്റ ടൈപ്പിനും ഒരേ ക്വാണ്ടിറ്റി ഓഫ് സ്പേസ് അല്ല വേണ്ടത്. പല ഡാറ്റ ടൈപ്പിനും പല ക്വാണ്ടിറ്റി സ്പേസ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഏത് ഡാറ്റ ടൈപ്പിൽ പെട്ട വേരിയബിൾ ആണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് അതിന് അനുസരിച്ചുള്ള സ്പേസ് ആയിരിക്കും കമ്പൈലർ അലോക്കേറ്റ് ചെയ്യുന്നത്. എവരി ഡാറ്റ ടൈപ്പ് റിക്വയർസ് ഡിഫറെന്റ് എമൗണ്ട് ഓഫ് മെമ്മറി. ഓരോ ഡാറ്റ ടൈപ്പിനും പ്രത്യേകം ക്വാണ്ടിറ്റി ഓഫ് മെമ്മറി ആയിരിക്കും. അല്ലാതെ എല്ലാ ഡാറ്റ ടൈപ്പിനും ഒരേ ടൈപ്പ് മെമ്മറി ആയിരിക്കത്തില്ല. Data types in C++ is mainly divided into two: primitive data type and user-defined data type. C++ data type പ്രധാനമായിട്ട് രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു: primitive data type ഉം user-defined data type. Next, primitive data type. Primitive data type. These data types are built-in or predefined data types and can be used directly by the user to declare variables. ഇത് C++ന്റെ കൂടെ ഉള്ളതാണ് ഈ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ബിൽറ്റ് ഇൻ എന്ന് പറയും, അല്ലെങ്കിൽ പ്രീഡിഫൈൻഡ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അത് യൂസറിന് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ യൂസറിന് നേരിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് അവൈലബിൾ ഇൻ C++ ആണ്. C++ലുള്ള primitive data type integer. ഒന്ന് integer എന്ന് വെച്ചാൽ keywords used for integer data type is int. നമ്മൾ int എന്നുള്ള പേരാണ്. അപ്പൊ int എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം integer data type ആണ്. Integers typically require 4 bytes of memory space and ranges from -2147483648 to 2147483647. അപ്പോൾ int എന്ന് പറഞ്ഞ ആണ് ഇന്റിജർ ഡാറ്റ ടൈപ്പ്. അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി 4 ബൈറ്റ് മെമ്മറി സ്പേസ് എടുക്കും. അതിൽ ഈ -2147483648 മുതൽ 2147483647 വരെ റേഞ്ചിലുള്ള വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാം. അടുത്തത് ക്യാരക്ടർ. ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് ക്യാരക്ടേഴ്സ്. ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. Keyword used for character data type is char, char. Char and നമ്മൾ char എന്ന് പ്രൊനൗൺസ് ചെയ്യും. അതാണ് ക്യാരക്ടർ ഡാറ്റ ടൈപ്പിന്റെ representation. Characters typically require 1 byte of memory space and ranges from -128 to 127 or 0 to 255. ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി 1 ബൈറ്റ് മെമ്മറി സ്പേസ് മതി. അതേസമയം നമ്മൾ നേരത്തെ ഇന്റിജർ ഡിഫൈൻ ചെയ്തപ്പോൾ 4 ബൈറ്റ് സ്പേസ് റിസർവ് ചെയ്യായിരുന്നു. ക്യാരക്ടർ ഡാറ്റ ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 1 ബൈറ്റ് മെമ്മറി സ്പേസ് എടുക്കുള്ളൂ. അതേപോലെ അതിന്റെ വാല്യൂസ് -128 to 127 വരെയോ അല്ലെങ്കിൽ 0 to 255 വരെ. സൈൻഡ് ആണെങ്കിൽ -128 to 127 അല്ലെങ്കിൽ 0 to 255. Boolean. Boolean data type is used for storing Boolean or logical values. Boolean or logical values. രണ്ട് സ്റ്റേറ്റ് 0 or 1 ഉള്ള ആ ടൈപ്പ് വാല്യൂസ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ബൂളിയൻ ഡാറ്റ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
A Boolean variable can store either true or false. രണ്ട് സ്റ്റേറ്റേ ഉള്ളൂ, ഒന്നുകിൽ true അല്ലെങ്കിൽ false. Keyword used for Boolean data type is bool. Bool എന്നുള്ള keyword ആണ് ഈ Boolean data type നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് floating point. Floating point data type is used for storing single precision floating point values or decimal values. Decimal values, ദിശാംശം, പോയിന്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് വരുന്ന ആ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ 3.14, 2.246 ഇതിലൊക്കെ നമുക്ക് ഫ്ലോട്ടിംഗ് പോയിന്റ് വരുന്നുണ്ട്. അതേസമയം ഇന്റിജർ ആണെങ്കിൽ 2 എന്നോ അല്ലെങ്കിൽ 5 എന്നോ ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഫ്ലോട്ടിംഗ് പോയിന്റ് ആകുമ്പോൾ പോയിന്റും കൂടെ ഉണ്ട്, വാല്യൂവിന് ശേഷം 5.635 അത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആണ്. 7.867 അത് വേറൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യാം. Keyword used for floating point data type is float. അവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഫ്ലോട്ട് എന്ന് പറഞ്ഞ കീവേഡ് ആണ് യൂസ് ചെയ്തത്. ഡബിൾ ഫ്ലോട്ടിംഗ് പോയിന്റ്. Double floating point data type is used for storing double precision floating point values or decimal values. Double precision, നേരത്തെ ഫ്ലോട്ടിനെക്കാളും കൂടുതൽ പ്രിസൈസ്നെസ് ആവശ്യമുള്ള മോർ ആക്യുറസി വേണ്ടുന്ന ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഡബിൾ യൂസ് ചെയ്യാം. അതാണ് ഡബിൾ ഫ്ലോട്ടിംഗ് പോയിന്റ്. അപ്പോൾ മറ്റേനേക്കാളും ഡബിൾ പ്രിസിഷൻ ആയിരിക്കും, ഇരട്ടി പ്രിസിഷൻ ആയിരിക്കും. കീവേഡ് യൂസ് ഫോർ ഡബിൾ ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്പ് ഈസ് ഡബിൾ. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ വെറും ഫ്ലോട്ടിംഗ് പോയിന്റ്, ഡബിൾ എന്ന് പറയുന്നത് ഡബിൾ ഫ്ലോട്ടിംഗ് പോയിന്റ്. ഡബിൾ വേരിയബിൾസ് typically require 8 byte of memory space. ഡബിൾ ഡാറ്റ ടൈപ്പെട്ട വേരിയബിളിന് സാധാരണ 8 ബൈറ്റ് സ്റ്റോറേജ് സ്പേസ് ആവശ്യമുണ്ട്. void. Void means without any value. Void data type represents a valueless entity. ഒരു വാല്യൂ ഇല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് C++നകത്ത് ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ പല ഫംഗ്ഷൻ ചിലപ്പം ഒരു വാല്യൂ റിട്ടേൺ ചെയ്യില്ല. അപ്പൊ നമ്മളവിടെ വോയിഡ് റെപ്രസെന്റ് ചെയ്യും. വെച്ചാൽ നോട്ട് ഈവൻ സീറോ പോലത്തെ വാല്യൂ പോലും റിട്ടേൺ ചെയ്യാത്ത ഇതിനെയാണ് നമ്മൾ വോയിഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് യൂസിങ് ദി കീവേഡ് വോയിഡ്. വോയിഡ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്താണ് അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. Void data type is used for those function which does not returns a value. ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ല. സാറിന് ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫംഗ്ഷൻസിലാണ്. ഒരു ഫംഗ്ഷൻ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ ആ ഫംഗ്ഷൻ നമ്മൾ വോയിഡ് ഫംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ അത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വോയിഡ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യാം. വോയിഡ് ക്യാരക്ടർ. വോയിഡ് ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് ഈസ് ഓൾസോ എ ക്യാരക്ടർ ഡാറ്റ ടൈപ്പ്, ബട്ട് ദിസ് ഡാറ്റ ടൈപ്പ് ഹാസ് size greater than the normal 8-bit data type. ഇത് ഒരു ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് ആണ്. പക്ഷെ സാധാരണ ഡാറ്റ ടൈപ്പിനെക്കാളും ഈ 8-bit ഡാറ്റ ടൈപ്പിനെക്കാളും ഒരു ബൈറ്റ്, ക്യാരക്ടറിന്റെ അടുത്ത് ഒരു ബൈറ്റ് ആണ്, ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് ആണ്. 8-bit ഡാറ്റ ടൈപ്പിനെക്കാളും കൂടുതൽ സ്പേസ് വീതിയിൽ അലോക്കേറ്റ് ചെയ്യും വോയിഡ് ക്യാരക്ടർ. Represented by W char, it is generally 2 or 4 bytes long. ഇത് നമ്മൾ റെയർ ആയിട്ട് യൂസ് ചെയ്യുള്ളൂ. കൂടുതലും ചാർ എന്നുള്ള ഡാറ്റ ടൈപ്പ് ആണ്, നേരത്തെ പറഞ്ഞ ചാർ എന്ന ഡാറ്റ ടൈപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ മോർ ബൈറ്റ്സ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ 2 ബൈറ്റോ അല്ലെങ്കിൽ 4 ബൈറ്റോ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വോയിഡ് ക്യാരക്ടർ അല്ലെങ്കിൽ W char എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് അവിടെ യൂസ് ചെയ്യാം. അടുത്ത ഡാറ്റ ടൈപ്പ് മോഡിഫയേഴ്സ്. ഡാറ്റ ടൈപ്പ് മോഡിഫയേഴ്സ്. As the name implies, data type modifiers are used with the built-in data types to modify the length of the data that a particular data type can hold. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്റിജർ, ഫ്ലോട്ട്, ഡബിള് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡാറ്റ ടൈപ്പ് ഉണ്ട്. അതിന്റെ ലെങ്ത് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ലെങ്ത് മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ ഈ മോഡിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം ലെങ്ത് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയാണ്, ഡാറ്റ ടൈപ്പിന്റെ ലെങ്ത് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡാറ്റ ടൈപ്പ് മോഡിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഡാറ്റ ടൈപ്പ് മോഡിഫയേഴ്സ് ഇൻ C++ ആർ സൈൻഡ്, അൺസൈൻഡ്, ഷോർട്ട്, ലോങ്. സൈൻഡ്, അൺസൈൻഡ്, ഷോർട്ട്, ലോങ്. ഇതാണ് 4 ടൈപ്പുള്ള ഡാറ്റ ടൈപ്പ് മോഡിഫയേഴ്സ്.
അടുത്തത് ഡാറ്റ ടൈപ്പ് സൈസ് ആൻഡ് റേഞ്ച്. ഇപ്പൊ നമ്മൾ പല ഡാറ്റ ടൈപ്പ് നോക്കി. ഇനി അതിന്റെ ഒരു ടേബിൾ ഫോമിൽ അതിന്റെ സൈസ് റേഞ്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ഡാറ്റ ടൈപ്പ് സൈസ് ആൻഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഷോർട്ട് INT സൈസ് 2 ബൈറ്റ് ആണ്. അതിന്റെ റേഞ്ച് -32768 to 32767. അടുത്ത ഡാറ്റ ടൈപ്പ് അൺസൈൻഡ് ഷോർട്ട് INT, അതിന്റെ റേഞ്ച് 2 ആണ്. പക്ഷെ അവിടെ അൺസൈൻഡ് ആണ്, അതുകൊണ്ട് 0 മുതൽ 65,535 വരെ. അടുത്ത അൺസൈൻഡ് INT സൈസ് 4 ബൈറ്റ് ആണ്. 0 മുതൽ 4294967295 വരെയുള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യാം. അടുത്ത INT ആണ്, അതിന്റെ സൈസ് 4 ബൈറ്റ് ആണ്. അത് -2147483648 മുതൽ 2147483647 വരെയും. ലോങ് INT ആണെങ്കിൽ അതിന്റെ സൈസ് 4 ബൈറ്റ് ആണ്. -2147483648 മുതൽ 2147483647 വരെയും. അൺസൈൻഡ് ലോങ് INT ആണെങ്കിൽ അതിന്റെ സൈസ് 4 ബൈറ്റ് ആണ്. അപ്പൊ അൺസൈൻഡ് ആണ്, സൈൻഡ് ഇല്ല. അപ്പം 0 മുതൽ മറ്റേ ഇരട്ടി വരും. 0 മുതൽ 0 to 4294967295 വരെയും. ലോങ് INT ആണ് 8 ബൈറ്റ് ആണ്. 2^63 to 2^1. അൺസൈൻഡ് ലോങ് INT ആണെങ്കിൽ 0 മുതൽ 1844674470370955165. സൈൻഡ് ചാർ ആണെങ്കിൽ 1 ബൈറ്റ് ആണ്. -128 മുതൽ 127 വരെയും. അൺസൈൻഡ് ചാർ ആണെങ്കിൽ 1 ബൈറ്റ് 0 മുതൽ 255 വരെ. അടുത്ത ഫ്ലോട്ടിന് 4, ഡബിളിന് 4, ലോങ് ഡബിളിന് 12. അങ്ങനെയുള്ള പല ഡാറ്റ ടൈപ്പ് നമുക്ക് യൂസ് ചെയ്യാം. ബേസിക് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇൻ C++. C++ comes with libraries which provides us many ways of performing input and output. പലപ്പോഴും പ്രോഗ്രാം നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാമിൽ നമുക്ക് പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടി വരും. അതിൽ പ്രോഗ്രാമിലോട്ട് നമുക്ക് ഡേറ്റയൊക്കെ പാസ് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ചെയ്യേണ്ടി വരും. In C++, input and output are performed in the form of sequence of bytes, or more commonly known as streams. C++ ഇൻപുട്ടും ഔട്ട്പുട്ടും ഓപ്പറേഷൻ ഒരു സീക്വൻസ് ഓഫ് ബൈറ്റ്സ് വെച്ചാണ് ചെയ്യുന്നത്. ആ സീക്വൻസ് ഓഫ് ബൈറ്റ്സിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് സ്ട്രീംസ്. ഇൻപുട്ട് സ്ട്രീം. If the direction of flow of bytes is from device, for example keyboard, to the main memory, then this process is called input. കീബോർഡിൽ നിന്ന് കമ്പ്യൂട്ടറിന്റെ അകത്തോട്ടാണ്, എന്ന് വെച്ചാൽ കീബോർഡിൽ നിന്ന് മെയിൻ മെമ്മറിയിലോട്ടാണ് ഫ്ലോ എങ്കിൽ അതിനെ നമ്മൾ പറയും ഇൻപുട്ട് സ്ട്രീം എന്ന് പറയും. അപ്പോൾ ഡേറ്റ എൻട്രി ഓപ്പറേഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ ഇൻപുട്ട് സ്ട്രീമാണ് യൂസ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് സ്ട്രീം. If the direction of flow of bytes is opposite, that is from main memory to device, for example display screen, then this process is called output. അതേസമയം ഫ്ലോ ഓഫ് ഡിവൈസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ ഔട്ട്പുട്ട് സ്ട്രീം എന്ന് പറയും. അപ്പൊ ഇൻപുട്ട് സ്ട്രീമും വരാം, ഔട്ട്പുട്ട് സ്ട്രീമും വരാം. Header files available in C++ for input and output operations are. ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ചില പ്രത്യേക ഫയൽസ് ആവശ്യമുണ്ട്. ആ ഫയൽസ് നമ്മൾ ഹെഡർ ഫയൽസ് എന്ന് പറയും. അപ്പോൾ C++ ഇൻപുട്ടും ഔട്ട്പുട്ടും ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹെഡർ ഫയൽസ് IO stream, input output stream. IO stream stands for standard input output stream. Header file contains definitions to objects like cin, cout, cerr, etc. അകത്തോട്ട് ഡാറ്റ കൊടുക്കാൻ വേണ്ടി സിഇനും വെളിയിലോട്ട് ഔട്ട്പുട്ട് തരാൻ വേണ്ടി coutഉം എറേനിയസ് സിറ്റുവേഷൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി cerrഉം നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ IO manip. IO manip stands for input and output manipulators. സെറ്റ് വെടുത്ത് പോലത്തെ നമ്മൾ പിന്നെ നോക്കും. The methods declared in these files are used for manipulating streams. Streams പ്രോപ്പർ ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് IO manip യൂസ് ചെയ്യാം. This file contains definitions for set width, set precision, etc. Width സ്പെസിഫൈ ചെയ്യാനും അതുപോലെ precision ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയും നമുക്ക് ഈ IO manip ഫയൽ നമുക്ക് യൂസ് ചെയ്യാം. അടുത്ത F stream. This header file mainly describes the file stream. File based operation. സെക്കൻഡറി മെമ്മറിയിലോട്ടൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ ഫയൽ ഓപ്പറേഷൻസ് എന്ന് പറയും. അപ്പൊ അങ്ങനെ ഫയൽ ബേസ്ഡ് ഓപ്പറേഷൻ നമ്മൾ F stream നമ്മൾ യൂസ് ചെയ്യും. This header file is used to handle the data being read from a file as input or data being written into the file as output. ഒരു ഫയലിൽ നിന്ന് ഡാറ്റ എടുക്കുന്നതിന് ഇൻപുട്ടിംഗ് എന്നും അതേപോലെ ഒരു ഫയലിലോട്ട് ഡാറ്റ റൈറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഔട്ട്പുട്ട് എന്നും പറയും. അപ്പൊ ഡാറ്റ എടുക്കുന്നതിന് ഇൻപുട്ട് എന്നും ഡാറ്റ റൈറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഔട്ട്പുട്ട് എന്നും പറയും.
In C++, these two keywords, cin and cout, are used very often for taking inputs and printing outputs. Data input ചെയ്യാൻ വേണ്ടി cin അതുപോലെ സ്ക്രീനിലോട്ട് പ്രിന്റ് ചെയ്യാൻ വെച്ചാൽ സ്ക്രീനിലോട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ cout നമ്മൾ യൂസ് ചെയ്യും. These two are the most basic methods for taking input and output in C++. cin ഉം cout ആണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മെത്തേഡ്സ്. ഇൻപുട്ട് ഓപ്പറേഷന് വേണ്ടി cin ഉം ഔട്ട്പുട്ട് ഓപ്പറേഷന് വേണ്ടി നമുക്ക് cout നമുക്ക് യൂസ് ചെയ്യാം. For using cin and cout, we must include the header file IOStream in our program. ഈ cin ഉം cout ഉം വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ IOStream എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ IOStream എന്ന ഹെഡർ ഫയലിലാണ് ഇതിന്റെ ഡെഫിനിഷൻ എഴുതി വെച്ചിരിക്കുന്നത്, cin ഉം cout. ഇതാണ് ഇതിന്റെ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്. ഓക്കെ, താങ്ക് യു.